ഒരു 35 വർഷമായിട്ട് മലയാള സിനിമാ രംഗത്തുണ്ട് അല്ലേ? 35 വർഷം. 77 to ഇപ്പോൾ 34 കൊല്ലത്തോളം 34 കൊല്ലം 35 വർഷമൊക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും വേദനിപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഈ കലാജീവിതത്തിൽ വളരെ വിഷമം തോന്നിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്താ അത് ഒരെണ്ണം പറയാമോ? അതായത് ഈ സാധാരണഗതിയിൽ ഈ സിനിമാ രംഗത്തേക്ക് നമ്മൾ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം അഭിനയിക്കാനായിട്ട് നമ്മൾ ഒത്തിരി പുറകെ നടന്നാലാണ് നമുക്ക് ചാൻസ് കിട്ടുന്നത്. ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്ന മമ്മൂട്ടിയും പലരും എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. ഞാൻ അദ്ദേഹം ചാൻസ് ചോദിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ നോക്കി ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ പറഞ്ഞത് കാര്യമില്ല. ഇപ്പോൾ അമിതാഭ് ബച്ചൻ പല സെറ്റിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഈ ഫേസ് ഒരിക്കലും ആ ഷേപ്പ് സിനിമയ്ക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ടുള്ള ആർട്ടിസ്റ്റാണ് അമിതാഭ് ബച്ചൻ. പക്ഷേ അമിതാഭ് ബച്ചൻ ഇന്ന് ആരാണ്? അതല്ലെങ്കിൽ IV ശശിയുടെ കാന്തവലയം സെറ്റിൽ ചാൻസ് പലപ്പോഴും ചോദിച്ചെന്ന് തലയുറഞ്ഞിരിക്കുന്ന മമ്മൂട്ടിയെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ എവിടെയല്ല, ഈ MG റോഡിലെ എയർലൈൻസ് ഹോട്ടലിൻ്റെ അവിടെയാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് IV ശശിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ IV ശശിക്ക് എത്രയോ തലയുറഞ്ഞിരുന്നാൽ പോലും ഒരു കോൾ ഷീറ്റ് കിട്ടുമോ മമ്മൂട്ടിയിൽ നിന്ന്? അപ്പോൾ അതൊന്നും നമുക്ക്, പക്ഷെ അങ്ങനെ എന്തായാലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും, നമ്മൾ ഒത്തിരി പേരുടെ കാല് പിടിച്ചിട്ടായിരിക്കും നമ്മളൊരു സിനിമ ചാൻസ് നമ്മൾ ചോദിച്ച് നമ്മൾ ചെല്ലുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ മനോഹര തീരത്തിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോയ സന്ദർഭത്തിൽ IV ശശി എനിക്കൊരു റോള് തന്നിട്ട് പോലും എനിക്ക് ആ റോളുകൾ പലപ്പോഴും അതിൽ നിന്ന് തെറ്റിപ്പോയിട്ട് അവസാനം ഉദ്ദേശിക്കാത്തൊരു വേഷമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത് സിനിമയിൽ. അതായത് ആ പടത്തിൽ ആദ്യമായിട്ട് എനിക്ക് തന്ന ഒരു പോലീസ് ഓഫീസറുടെ റോളാണ്. ആ പോലീസ് ഓഫീസർ ചെയ്യാനായിട്ട് 2 പ്രാവശ്യം ഞാനവിടെ ചെന്നപ്പോഴും ആ റോൾ അവിടെ തലപ്പെട്ടില്ലായിരുന്നു. അന്ന് അതിൻ്റെ ഷൂട്ടിങ് പറ്റിയ സമയമില്ലായിരുന്നു, മാറി വെച്ചു. പിന്നെ വേറൊരു റോളിൽ എന്നെ പിടിച്ചിട്ടു. ആ റോളിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ, അതായത് ജയഭാരതി ഇല്ലാത്തൊരു സന്ദർഭത്തിലാണ് ആ വേഷം ചെയ്യേണ്ടത്. മേക്കപ്പ് എല്ലാം ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജയഭാരതി കയറി വന്നു. കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ ആ റോള് ചെയ്യണ്ട, ആ പുള്ളിയെ മാറ്റിയെടുക്കുക, മേക്കപ്പൊക്കെ മാറ്റിയേക്ക്, വേറെ ദിവസം നമുക്ക് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ജയഭാരതിയുടെ കണ്ടിന്യൂഷനായിട്ടുള്ള സുകുമാരനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാതെ അങ്ങനെ പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ പോലീസ് ഓഫീസറുടെ റോള് വീണ്ടും അമ്പലമേട് ഹൗസിൽ വന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അന്ന് നമ്മൾ സിനിമയിൽ ഒന്നും അല്ലാത്ത സമയത്ത് ഈ യൂണിഫോം ഞാനാണ് കൊണ്ടുപോകുന്നത്. പോലീസിൻ്റെ യൂണിഫോം നമ്മൾ കൊണ്ടുപോവുകയാണ്. അത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ഇവിടുന്ന് കസ്ബ സ്റ്റേഷനിൽ ഒരു തോമസ് എന്ന് പറഞ്ഞൊരു SI ഉണ്ടായിരുന്നു അന്ന്. ആ തോമസ് SIയുടെ ഡ്രസ്സ്, അയാളുടെ തൊപ്പിയും ബെൽറ്റും എല്ലാം ഞാൻ മേടിച്ചുകൊണ്ട് എൻ്റെ സ്കൂട്ടറിൽ ഫ്രണ്ടിൽ സ്കൂട്ടറിൽ വെച്ചുകൊണ്ട് ഞാൻ KL 87-54 അതിൽ ഞാൻ അമ്പലവീട് ഹൗസിൽ ചെന്നു. അവിടെ ചെന്ന് വണ്ടി ഓടിച്ച് അവിടെ ചെന്ന്, അപ്പോൾ അവിടെ ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? പ്രൊഡ്യൂസർക്ക് ഒരാളുണ്ട്, അയാൾക്ക് ഈ റോള് ചെയ്യണം. നമ്മളെല്ലാം കൊണ്ടുപോയിരിക്കുക, നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടും കൂട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞ് നമ്മൾ ഈ ഡ്രസ്സ് ഈ SIയോട് മേടിച്ചിട്ടുള്ള ഡ്രസ്സുമായിട്ട് നമ്മളോട് ചെന്നേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അഭിനയിക്കേണ്ടത് അയാൾ അഭിനയിക്കാൻ വേറൊരാൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് അയാൾക്ക് ഇടാനുള്ള SIയുടെ ഉടുപ്പില്ല, നമ്മുടെ കയ്യിൽ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങനെ ഈ SIയുടെ ഉടുപ്പൊന്നും അയാൾക്ക് കൊടുക്കണം, നിങ്ങൾക്ക് വേറൊരു റോള് തരാം. എന്നിട്ട് ഞാൻ ഈ കൊണ്ടുവന്ന് SIയുടെ റോൾ അയാൾക്ക് കൊടുത്ത് അയാൾ ഇത് ചെയ്ത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി അന്ന് വൈകുന്നേരം 7 മണി വരെ കാത്തു നിന്നിട്ടാണ് എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ട് ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചു പോയത്. അന്ന് റോളൊന്നും കിട്ടിയില്ല. എന്നിട്ട് ആ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ വരുമ്പോൾ ഞാൻ ഈ മാർക്കറ്റ് റോഡായപ്പോൾ, നമ്മുടെ എറണാകുളം മാർക്കറ്റ് റോഡിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി സ്കൂട്ടർ പുറത്ത് വെച്ചിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? ഈ ഡ്രസ്സില്ല. ഈ ഡ്രസ്സ് ആരും അടിച്ചുകൊണ്ട് പോയി. SIയുടെ ഡ്രസ്സും തൊപ്പിയും ആരും അടിച്ചുകൊണ്ട് പോയി. ഞാൻ ഈ SIയോട് എന്ത് പറയും പോയിട്ട്? റോളായില്ല. അതിൻ്റെ ഞാൻ SIയോട് പോയി കാര്യം പറഞ്ഞു, ഇങ്ങനൊരു അബദ്ധം പറ്റി. എൻ്റെ SIയെയും കൊണ്ട് ഞാൻ വൈകുന്നേരം പിറ്റേ ദിവസം ജോസ് ബ്രദേഴ്സിൽ പോയി വേറൊരു തുണി എടുത്തു കൊടുത്ത്
ആലോചിച്ച് നോക്കണം. അപ്പോൾ അന്തമാത്രം അങ്ങനെ ഇപ്പം പറഞ്ഞാൽ ഇപ്പം പലരും ഈ സിനിമ അഭിനയിക്കാൻ നടക്കുന്ന പലർക്കും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ റോള് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ വലിയ വിഷമമാണ്, കരച്ചിലാണ്, അല്ലെങ്കിൽ ഇനി ഞാൻ പോകില്ല, ഒരു വലിയൊരു അഭിമാനക്കുറവാണ്. പക്ഷേ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, നാളെ ഷൂട്ടിംഗ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തിങ്കളാഴ്ച റെഡി ആയിരിക്കുന്ന ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ എനിക്ക് വേഷം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ അല്ലെങ്കിൽ പറയുന്ന ദിവസങ്ങളിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോരാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ആ ഒരു നിലയിലായതിൻ്റെ പുറകിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് അറിയാമോ? ഇന്ന് പല പിള്ളേർക്കും അത് മനസ്സിലാവില്ല. അവർ ചെന്ന ഉടനെ അവർക്ക് റോള് വേണം, അല്ലെങ്കിൽ അവർക്ക് നല്ല റോള് കിട്ടണം, അതല്ലെങ്കിൽ അവർക്ക് വഴക്കായി വിഷമമായി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിനിമയിൽ അത്രമാത്രം ബുദ്ധിമുട്ടി ഇപ്പം ഞാനൊരു എക്സാമ്പിളാണ് നിങ്ങളോട് പറഞ്ഞാണ്. ഇതല്ലാതെ ഒത്തിരി എനിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി സഹിച്ച് ഒരു കലാകാരനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളതെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോഴുള്ള ചെറിയ റെക്കഗ്നേഷൻ. നമ്മളതിൽ അംഗീകരിക്കുന്ന ആ ചെറിയൊരു സംഭവമാണെങ്കിൽ തന്നെ അല്ലേ, ദൂരം കഷ്ടപ്പെട്ട് പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്.